നമസ്കാരം. കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം 11-ാം സർഗം. അഗസ്ത്യ ആശ്രമത്തിലേക്കുള്ള വഴി സുധീഷ്ണമുനി പറഞ്ഞു കൊടുക്കുന്നു. അവിടെ ധാരാളം വെള്ളത്തോടു കൂടിയ ജലാശയങ്ങൾ വളരെയധികം ഉണ്ട്. ഹംസങ്ങളും കുളക്കോഴികളും ചക്രവാകങ്ങളുമെല്ലാം ആ ജലാശയങ്ങളിൽ വിഹരിക്കുന്നുമുണ്ട്. അവിടെ ഒരു നാൾ താമസിച്ചിട്ട് പ്രഭാതത്തിൽ യാത്ര തുടർന്നാൽ മതിയെന്ന് ഉപദേശിക്കുന്നു. ഇവിടുന്ന് 1 യോജന പോയാൽ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമപദമായി. വൈദേഹിക്കും ലക്ഷ്മണനും ആ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെടുമെന്നും സുധീഷ്ണ മഹർഷി അറിയിക്കുന്നു. ഇപ്പോൾ തന്നെ പുറപ്പെടുന്നതായിരിക്കും ഉചിതമെന്നും പറയുന്നു. ഇങ്ങനെ മുനി പറഞ്ഞത് കേട്ട് ശ്രീരാമൻ അനുജനോടും സീതയോടുമൊപ്പം അവിടേക്ക് പുറപ്പെടുകയായി. വഴിയിൽ മനോഹരങ്ങളായ വനങ്ങളും പർവ്വതങ്ങളും സരസ്സുകളും നദികളുമൊക്കെ കണ്ട് വളരെ ആനന്ദത്തോടെ അവർ സഞ്ചരിക്കുകയാണ്. ശ്ലോകം 47. ഏതദേവാശ്രമപദം നൂനം തസ്യ മഹാത്മനഃ അഗസ്തസ്യ മുനേർഭ്രാതുർ ദൃശ്യതേ പുണ്യകർമ്മണഃ. ഇത് തന്നെയാണ് അഗസ്ത്യ മഹർഷിയുടെ പുണ്യകർമാവായ ഭ്രാതാവിൻ്റെ ആശ്രമപദമെന്ന് ഉറപ്പു തോന്നുന്നു. ശ്ലോകം 48. യഥാ ഹീമേ വനസ്യ ജ്ഞാതാ പഥി സഹസ്രശഃ സംനതാ ഫലഭാരേണ പുഷ്പഭാരേണ ച ദ്രുമാഃ. ശ്ലോകം 48-ൻ്റെ അർത്ഥം: അദ്ദേഹം വിവരിച്ച പോലെ വഴിയിൽ ആയിരക്കണക്കിന് മരങ്ങൾ ഫലഭാരം കൊണ്ടും പുഷ്പഭാരം കൊണ്ടും ചാഞ്ഞവയായി ഈ വനത്തിൽ കാണുന്നുണ്ട്. ശ്ലോകം 49. പിപ്പലീനാം ച പക്വാനാം വനാദസ്മാദുപാഗതഃ ഗന്ധോയം പവനോത്ഥിപ്ത സഹസാ കടുകോദയഃ. പാകം വന്ന പിപ്പലികളുടെ തീഷ്ണഗന്ധം ഈ വനത്തിൽ നിന്നും കാറ്റിലൂടെ അടിച്ചു കയറുന്നുമുണ്ട്. ശ്ലോകം 50. തത്ര തത്ര ച ദൃശ്യന്തെ സംക്ഷിപ്ത കാഷ്ടസഞ്ചയാഃ ലൂനാച്ഛ പരിദൃശ്യന്തെ ദർഭാവൈഡൂര്യവർച്ചസഃ. അവിടവിടെ വിറകുകൂനകൾ കാണുന്നു. വൈഡൂര്യ ശോഭയോടുകൂടിയ ദർഭങ്ങൾ മുറിച്ചു വച്ചിരിക്കുന്നു. ശ്ലോകം 51. ഏതച്ച വനമധ്യസ്ഥം കൃഷ്ണാഭ്ര ശിഖരോപമം പാവകസ്യാശ്രമസ്തസ്യ ധൂമാഗ്രം സംപ്രദൃശ്യതേ. ആശ്രമത്തിലെ അഗ്നിയിൽ നിന്ന് പൊങ്ങുന്ന പുക കാട്ടിനടുക്ക് കാർമേഘ ശിഖരം പോലെ കാണുന്നു. ശ്ലോകം 52. വിവിക്തേഷു ച തീർത്ഥേഷു കൃതസ്നാനാദ്വിജാതയഃ പുഷ്പോപഹാരം കുർവന്തി കുസുമൈ സ്വയമാർജിതൈഃ. പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത ദ്വിജന്മാർ തങ്ങൾ തന്നെ ഇറുത്തെടുത്ത പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നു. ശ്ലോകം 53. തത സുതീഷ്ണവചനം യഥാ സൗമ്യമയാ ശ്രുതം അഗസ്ത്യാശ്രമോ ഭ്രാതുർ നൂനമേഷ ഭവിഷ്യതി.
സുതീഷ്ണ മഹർഷി അറിഞ്ഞതുപോലെ തന്നെയാണ് എല്ലാം കാണുന്നത്. ഇത് അഗസ്ത്യഭ്രാതാവിൻ്റെ ആശ്രമം തന്നെ ആയിരിക്കണം. ശ്ലോകം 54. നിഗൃഹ്യ തരസാ മൃത്യും ലോകാനാം ഹിതകാമ്യയാ യസ്യ ഭ്രാതാകൃതേയം ദിക് ശരണ്യാ പുണ്യകർമ്മണാം. 54-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ലോകഹിതകാംക്ഷ കൊണ്ട് മൃത്യുവിനെ കീഴടക്കി ഈ മഹർഷിയുടെ ജ്യേഷ്ഠഭ്രാതാവ് ഈ സ്ഥലം അങ്ങനെ അല്ലൽ കൂടാതെയുള്ള വാസത്തിന് ശരണം പ്രാപിക്കാവുന്നതാക്കി തീർത്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.